ഒരു വലിയ സംവിധായകൻ, അതായത് ബ്ലസ്സി സാറിൻ്റെയും മമ്മൂട്ടി എന്ന വലിയ നടൻ്റെയും പേരിൽ എനിക്ക് ഒരു ഫേക്കായിട്ടൊരു കോൾ വരികയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിക്കുകയും ബ്ലസ്സി സാറിൻ്റെ ആളെന്ന് പറഞ്ഞ് ആ സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുകയും എൻ്റെ റെമ്യൂണറേഷൻ അടക്കം നിശ്ചയിച്ചുകൊണ്ട് ബ്ലസ്സി സാറിൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ അതിവിദഗ്ധമായിട്ട് എന്നെ വന്ന് കാണുകയും എന്നെ ആ സിനിമയിലേക്ക് എൻ്റെ ഭാരം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിഭീകരമായ 3 സർജറി ഈ തിരുവനന്തപുരത്ത് കോസ്മെറ്റിക് സർജറി ചെയ്ത് എൻ്റെ ശരീരം കീറി മുറിച്ച്, കാരണം എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ബ്ലസ്സി സാറിൻ്റെ പടം, മമ്മൂക്കയുടെ അഭിനയിക്കുക തുടങ്ങി ഇത്തരം കാര്യങ്ങൾ ഞാൻ ജീവിത സ്വപ്നമായിട്ട് ഒരു 4-5 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ച് ആ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 2019 തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഞാൻ മറന്നു. അപ്പോൾ ഞാൻ സർജറി ചെയ്തു തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള കോസ്മെറ്റിക് സർജറി. ആ സർജനോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയും വലിയൊരു നടൻ്റെ കൂടെ അഭിനയിക്കാനൊരിത് കിട്ടി, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശരീരഭാരം കുറയ്ക്കണം, അതും 1 മാസത്തിനകം പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്നാണ്. ക്യാൻസർ രോഗിയായി കിടപ്പ് രോഗിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ സമയത്ത് കുറേ പടങ്ങൾ ചെയ്തു. അതിൻ്റെയൊക്കെ ഇത് കണ്ടപ്പോൾ പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നിന്നെ നന്നായിട്ട് അഭിനയം പഠിപ്പിച്ചാൽ ചിലപ്പോൾ നിനക്ക് അഭിനയിക്കാനുള്ള കുറച്ചുകൂടി നല്ലതായിട്ട് മെച്ചപ്പെട്ട് വരാൻ ചാൻസസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു അവസരം ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു പാർട്ടായിട്ട് നിന്ന് ഇത്രയും വലിയൊരു സിനിമയിൽ പങ്കെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഈ സർജറി എല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് 70-ലധികം വെയിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നൊരു 67 ആ ഒരു ഇതിലുണ്ടായിരുന്നു. ഒരു 55 കിലോയിലേക്ക് കുറച്ചു ഈ സർജറി. പിന്നെ 1 മാസം വേറൊരു ട്രെയിനിങ്, പിന്നെ നമ്മളെ കണ്ണൂരുള്ള ഷാജി വൈദ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒരു പ്രത്യേക ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതുപോലെ യഥാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെടുന്നത് തന്നെ ആയിരുന്നു. അത് അറിയുന്നില്ല, ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ടായിരുന്നു ഗൾഫ് ഷോയാണ്, സാറില്ല, സാറിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, ഇങ്ങനെ പല ഇത് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരാളെ നമ്മൾ അത് എന്താ പറയുന്നത് അത്ര ക്ലാരിറ്റിയോട് കൂടി പറയുമ്പോൾ അതുപോലെ അവരുടെ വാട്സപ്പ് മെസ്സേജുകളെന്ന് പറഞ്ഞ് ബ്ലസ്സി സാറിൻ്റെ പേരെഴുതി സേവ് ചെയ്തിട്ട് അത് പ്രൊഡക്ഷൻ കൺട്രോളർ, സിനിമാറ്റോഗ്രാഫർ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സാധാരണ സിനിമയ്ക്ക് ഉണ്ടാവുമല്ലോ, അത് ഫേക്കായിട്ട് അവരുടെ തന്നെ 5 നമ്പർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാമല്ലോ. അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് വെച്ചിട്ട് പുള്ളിക്കാരൻ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചുതരികയും എല്ലാം വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അതിവിദഗ്ധമായിട്ട് ചെയ്തു. അപ്പോൾ അത് എൻ്റെ ജീവിതം തകർത്തൊരു സാധനമാണ്. ഞാനത് അറിയുന്നത് ഏകദേശം 1 വർഷത്തോളം കാത്തിരുന്നിട്ട് ഒരു IFFKയുടെ അന്ന് മറ്റൊരു ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ഒരു സംവിധായകനോട് ഞാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ബ്ലസ്സി സാറിനെ ഇതൊന്ന് ക്ലിയർ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇതാണ്, ബ്ലസ്സി സാർ ഇപ്പം മമ്മൂക്കയെ വെച്ചിട്ടൊരു പ്രോജക്റ്റ് ആലോചിച്ചിട്ട് പോലില്ല, മറ്റേ സിനിമയുടെ പുറകിലാണ്. മറ്റേ സിനിമയെന്ന് ഉദ്ദേശിക്കുന്ന ആടുജീവിതത്തിൻ്റെ പുറകിലാണ് സാർ വർഷങ്ങളായിട്ട് റിസർച്ചും കാര്യങ്ങളായിട്ട് നിന്നത്. അപ്പോൾ ഈ മഹാനായ സംവിധായകനാണ് ബ്ലസ്സി സാറ്, മമ്മൂക്ക, ഇവരെയൊക്കെ ഇപ്പോഴും ആദരിക്കുന്നു. ഇവരാരും ആരെങ്കിലും ഉപദ്രവിക്കുന്ന ആളായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നല്ല മനുഷ്യന്മാരാണ്. അവരുടെ പേരിൽ പോലും ഇവിടെ ചീറ്റിംഗ് നടക്കുന്ന ഒരു ഗ്യാങ്, ഇത് അവരറിയുന്ന പോലും ഉണ്ടാവില്ല. ഇതിപ്പോൾ മീഡിയ കാണുമ്പോഴായിരിക്കും അവരറിയുക. ഇത് മമ്മൂക്കയെ പോയി കണ്ട് സംസാരിക്കണമെന്നും ബ്ലസ്സി സാറിനെ കൊണ്ട് പോയി സംസാരിക്കണമെന്നൊക്കെ കരുതിയിരുന്നതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ പല കാരണത്താൽ വന്നിട്ടില്ല. പക്ഷേ ഇത് എന്നെ ഭയപ്പെടുത്തുന്ന, ഞാൻ അനുഭവത്തിലൂടെ വന്ന, എൻ്റെ ശരീരം കീറി മുറിക്കപ്പെട്ട, അതിനേക്കാൾ മനസ്സ് തകർന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താലോ എന്തെന്ന് വെച്ചാൽ ഇത്രയും ധൈര്യമുള്ള ആൾ പോലും ഞാൻ ചിന്തിച്ചു പോയി. കാരണം എല്ലാവരും കളിയാക്കാൻ തുടങ്ങി, എവിടെ മമ്മൂക്കയുടെ സിനിമ, മമ്മൂക്കയുടെ നായിക ദാ കിടക്കണോ, ഈ രീതിയിൽ കളിയാക്കൽ വീട്ടിലായാലും എൻ്റെ കുട്ടികളോടും വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾക്കുണ്ടായ ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ഇതിനുശേഷം ഞാൻ കുറച്ച് നാൾ സിനിമ വേണ്ടാന്ന് വെച്ചിട്ട് ദുബായിലൊക്കെ ജോലി നോക്കി, കൊറോണ ടൈമിലൊക്കെ ഇവിടുന്ന് പോയിരുന്നു, പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നമ്മളെ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നുണ്ടല്ലോ. അയാൾ ഗുരു എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഗുരു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് അയാൾ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് അമൽ എന്നാണെന്ന് പറഞ്ഞു. പക്ഷേ ഇയാളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഞാൻ പിന്നെ ഇയാളെ ഒരു കോണ്ടാക്റ്റ് കിട്ടാതായപ്പോൾ ഇയാളെ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പം അനീഷ്, പിന്നെ എന്തോ ഒരു കിഴക്കനേത്തോ തുടങ്ങുന്ന എന്തോ ഒരു ഇതിലാണ് ബാക്കി പേര് വരുന്നത്. എനിക്കിപ്പോൾ ആ ഫേസ്ബുക്കിൻ്റെ ID പ്രത്യേകിച്ച് ഓർമ്മയില്ല, ഫോട്ടോസും കാര്യങ്ങളും. അപ്പോൾ ഇയാൾ ജീവനോടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ മീഡിയയുടെ ഇത് കാണുമ്പോൾ വന്ന് എന്നോട് മാപ്പ് പറയണം. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു നാടകം നിങ്ങൾ കളിച്ചത്, അതെനിക്ക് ഉത്തരം കിട്ടണം. പിന്നെ പോലീസ് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ബ്ലസ്സി സാറോ മമ്മൂക്കയോ ഈ ഒരു കാര്യത്തിൽ അവർ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പേര് വലിച്ചുകൊണ്ട് ആരാണ് ഇതിന് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ അവരാവശ്യപ്പെട്ടാലും അയാളുടെ നമ്പർ ഞാൻ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്ത് കള്ളന്മാരാകുമ്പോൾ അവർ അടുത്തടുത്ത നമ്പറുകൾ മാറ്റുമല്ലോ. അപ്പോൾ ഇതൊന്നും കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല, എന്നാൽ പോലും അത് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമൽ ഗുരു എന്ന് പറയുന്ന അനീഷ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിൽ വന്ന് പറയണം, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെ പോലൊരാളെ ഇത്രയും നിങ്ങൾ കബളിപ്പിച്ചതെന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയണം. അത് എൻ്റെ ശരീരം കീറി മുറിച്ചത് മാത്രമല്ല, ഇപ്പം ഞാൻ
ഞാനൊരു ലേഡിയാണ്. ഇപ്പം നമ്മൾ ഇത്രയും ബോൾഡാണ്, നമുക്ക് ലോകം അറിയാമെന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നെ വിശ്വസിപ്പിക്കാമെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട പാവപ്പെട്ട കുട്ടികളെ എന്തെല്ലാം പറഞ്ഞിട്ട് വലിയ നടന്മാരുടെ കൂടെ നിങ്ങൾക്ക് അഭിനയിക്കുക, നിങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എത്ര പേരെ അവർ വേറെ ഏതൊക്കെ രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടി കണ്ടെത്തണം. അപ്പോൾ ഇയാൾ എന്നോട് വന്ന് മാപ്പ് പറയണമെങ്കിൽ ഇവന് ഞാൻ മാപ്പ് കൊടുക്കും. എൻ്റെ മുഖത്ത് നോക്കി പറയണം, കാല് പിടിച്ച് പറയണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ പറഞ്ഞത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറ്റു കാര്യങ്ങൾക്കാണെന്നുള്ളൊരു ഇത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മാപ്പ് കൊടുക്കും. അതല്ല നീ ഒളിഞ്ഞിരുന്നിട്ട് നീ ഇപ്പോഴും പെണ്ണുങ്ങളെ വലവീശി പിടിക്കുന്നവനാണ്, നീ സിനിമയായിട്ട് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണെങ്കിൽ നിനക്കെതിരെ പോരാടും. അത് ഉറപ്പ് തന്നെയാണ്. ഞാൻ ഇത്രയും 1-2 ചാനൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ന്യൂസ് 18-ലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ന്യൂസിലും സി മലയാളത്തിലും ഞാൻ പറയുകയാണ്, ഇവനെ പോലെയുള്ള ആളുകൾ ഇത് വലിയ ആളുകളുടെ പേരിൽ മുതലെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു കോക്കസ് ഉണ്ടാവും. കാരണം ഇവരാരും അറിയുന്നുണ്ടാവില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശക്തമായ ഏറ്റവും കൂടുതൽ ഞാൻ കടന്നു വന്നൊരു ട്രോമ ഇതാണ്. നമ്മൾ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലല്ലേ ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്നു പറയണം എന്ന് വിചാരിച്ച് മീഡിയയുടെ മുമ്പിൽ ഈ ഒരു സമയത്ത് വന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.